ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് സുപ്പ് നല്ലൊരു അടിപൊളി കിടക്കാച്ചി ഒരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കൈകളെയൊക്കെ നമുക്ക് മനോഹരമാക്കി വെക്കണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ പാത്രം കഴുകി സുപ്പാണെങ്കിൽ ഇവിടെ പാത്രം കഴുകി ഒരു പരിവായിരിക്കുക. രാവിലെ 2 ടാങ്ക് വെള്ളം അടിക്കും, അത് ഫുള്ള് പാത്രം കഴുകി തീർക്കും കേട്ടോ. പാത്രം കഴുകും, തുണി വലിയ കഴുകൊക്കെ ഒന്നുമില്ല, നമ്മുടെ അമ്മണിയും കൊണ്ടല്ലേ ഒത്തിരിയൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത്. അലക്ക് വലുതായിട്ടൊന്നുമില്ല, എന്നാലും പാത്രം കഴുകി ഒരു പരുവായി കേട്ടോ. അപ്പോൾ എന്താ ഈ സോപ്പിൻ്റെ അലർജിയൊക്കെ ഉള്ളവർക്കും ചിലർക്ക് ലിക്വിഡ് പിടിക്കത്തില്ല, ചിലർക്ക് സോപ്പ് അലർജി, പാത്രം കഴുകുന്ന സോപ്പ്, തുണി കഴുകുന്ന സോപ്പ്, അങ്ങനെ അലർജി അങ്ങനെയുള്ളവർക്ക് എന്താ നമ്മുടെ കൈകളെയൊക്കെ മനോഹരമാക്കി വെക്കുക ഈ ഒരു ടിപ്പ് ചെയ്താൽ. എന്താ പിന്നാണെങ്കിൽ വരഞ്ഞ് ഇങ്ങനെ വെടിച്ച് കീറിയൊക്കെ ഇരിക്കത്തില്ല. ഉണക്ക സമയത്തൊക്കെ ആകുമ്പോൾ നമ്മുടെ കൈകളൊക്കെ ഈ സ്കിന്നൊക്കെ ഇല്ല ഞണ്ടിൻ്റെ കാല് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരഞ്ഞും പൊളഞ്ഞുമൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മുടെ കൈയൊക്കെ നീറ്റാക്കി വെക്കുക. ആരെങ്കിലുമൊക്കെ നോക്കുമ്പോൾ മനമറയ്ക്കാതിരിക്കാനും കൊള്ളത്തില്ല, എന്തൊരു പന്ന കൈ എന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കിടക്കാച്ചി ഒരു ടിപ്പാണ് സൂപ്പ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 3-4 കൂട്ടം സാധനങ്ങൾ മാത്രം മതി കേട്ടോ. നമ്മുടെ അടുക്കളയിൽ തന്നെ കാണും ഈ 4 കൂട്ടം സാധനങ്ങളും. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. നമുക്ക് പൊടിയുപ്പ് വേണം, കുറച്ച് പൊടിയുപ്പ് വേണം. പിന്നെ നമുക്ക് അപ്പക്കാര സോഡാപ്പൊടി ഉണ്ടല്ലോ, ഇത് അതിനായിട്ടാട്ടോ. നമ്മളല്ലാതെ ഫുഡിനകത്തൊന്നും ഞാൻ ഇത് യൂസ് ചെയ്യത്തില്ല. മോളാണെങ്കിലും ഞാനാണെങ്കിലും ഈ കാലൊക്കെ വൃത്തിയാക്കാൻ നമ്മൾ ഈ സോഡാപ്പൊടി എടുക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഫുഡിനകത്ത് ചേർക്കത്തില്ല. പണ്ടൊക്കെ ഉള്ളവരായിരുന്നു അപ്പത്തിനകത്തൊക്കെ ഈ സോഡാപ്പൊടിയൊക്കെ തട്ടി മറിച്ചൊക്കെ ഇടും, നമ്മൾ എടുക്കത്തില്ല കേട്ടോ. ഞാൻ ഇതിനായിട്ട് നമ്മുടെ വാഷ് ബേസിൻ കഴുകാൻ അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ഈ സോഡാപ്പൊടി നമുക്ക് കുറച്ചിടണം, കുറച്ച് സോഡാപ്പൊടി. പിന്നെ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. ബ്രൂ അല്ലാത്ത നമ്മൾ ഇതേപോലെ കവറിനകത്ത്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ കാപ്പിപ്പൊടി കുറച്ച് ഞാനിപ്പോൾ ഒരു കൈ നമ്മളിപ്പം ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. 2 കൈയും കൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, ഒരു കൈ മാത്രം നമ്മൾ ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യണം കേട്ടോ. ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ, നന്നായിട്ട് കൈയൊക്കെ ഇതാവത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീര്. ഇവൻ്റെ നാരങ്ങ നീക്കിട്ടോ ഞാനേ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇതില്ല ഫ്രിഡ്ജിനകത്ത് ഇരുന്നത് കേട്ടോ. വലിയ പാടാണ് ഇവന് ഇച്ചിരി ചാറ് നമുക്ക് തരാൻ. 2 കൈയും കൊണ്ട് ഇച്ചിരി തോലൊക്കെ അതിനകത്ത് അരിയൊക്കെ വീണാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലി വീണാലും ഞാൻ നേരത്തെ എടുത്ത് വെക്കാൻ മറന്നുപോയി കേട്ടോ. എന്നാലും വീഴുന്നുണ്ട്, അവന് കുറച്ചൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ടേ. നമുക്കിത് മിക്സ് ചെയ്യാൻ പാകത്തിന് വേണം കേട്ടോ. നെക്കി പിഴിഞ്ഞെടുത്തോളൂ. കിട്ടി കേട്ടോ. അപ്പോഴേ സോഡാപ്പൊടി മിക്സ് ചെയ്ത് ഒരു ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടാകും. അതൊന്നും കുഴപ്പമില്ല, പേടിക്കേണ്ട. എന്നിട്ട് നമ്മൾ ഏത് കൈയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 2 കൈയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കൈയിൽ ചെയ്യുന്നുള്ളതേ ചെയ്ത് കാണിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യുക. ബാക്കി ഉപ്പ് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് കൈ കഴുകണം കേട്ടോ. നല്ലതായിട്ട് കൈ കഴുകിയിട്ട് ഇങ്ങനെ ഒരു ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും നാരങ്ങ നീരും കാപ്പിപ്പൊടിയും സോഡാപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തത് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കണം, എന്നിട്ട് കഴുകി മാറ്റുക കേട്ടോ. 2 കൈയും ചെയ്യണം. അപ്പോൾ ഈ പരിപരാന്നിരിക്കുന്ന ആ ഒരു
ഇതൊക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഈ ഉപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്ന്, നമ്മുടെ കൈയുടെ ആ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നന്നായിട്ട് ആ കറുത്ത പാടുകളൊക്കെ മാറി കിട്ടും. ഇത് തന്നെ നമ്മുടെ കാലിലും നമുക്ക് ചെയ്യാം കേട്ടോ. കാലിൻ്റെ പാദത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. കാലിൻ്റെ സൈഡിൽ അതിനെന്താണ് പറയുന്നത്, സൈഡിലൊരു മുഴമാതിരി ഇരിക്കുമല്ലോ, ആ ചിലർക്ക് അതൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കറുത്തിരിക്കുന്ന കറുത്ത പാടായിട്ടിരിക്കും. അതൊക്കെ നമുക്ക് തഴമ്പ് മാതിരി ഇരിക്കും. അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആവും. നമുക്ക് ആവും പുറവും ചെയ്യാം കേട്ടോ. കുറച്ചൊന്ന് തടവുമ്പം നല്ല നമുക്കൊരു നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ നമ്മുടെ സ്കിന്ന്. ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക. അപ്പോഴിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. കാലൊക്കെ നല്ല നീറ്റായിട്ടിരിക്കണ്ടേ. വല്ലവരുമൊക്കെ നോക്കുമ്പോഴേ നാണക്കേട് പറയരുതല്ലോ. നമ്മുടെ നമ്മുടെ കാലും കയ്യും ഒക്കെ നമുക്ക് ചിലരൊക്കെ ശ്രദ്ധിക്കുമല്ലേ, നമ്മൾ അറിയത്തില്ല. ഓരോരുത്തരും ഇങ്ങനെ വീക്ഷിക്കുന്നവരുണ്ട് ഇങ്ങനെ. സത്യമായിട്ടുമാണ്. നമ്മുടെ ഇവിടെയും നമുക്ക് ചെയ്യാൻ കേട്ടോ. നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈപ്പത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആവും. 5 മിനിറ്റ് നന്നായിട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിരിക്കാം. 15 മിനിറ്റ് എന്തായാലും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കത്തില്ല. ഞാൻ തന്നെ ഇപ്പം ജോലിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമാണ്. അപ്പോഴതേ ഇങ്ങനെ അകവും പുറവും നന്നായിട്ട് ഇങ്ങനെ കൂട്ടി തിരുമ്മി കൊടുക്കുക. ഇങ്ങനെ കൂട്ടി തിരുമ്മി കൊടുക്കുക. ഒരു 10 മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കുക. ആ ഉപ്പിൻ്റെ പരലുപ്പ് എടുക്കാൻ നന്നായിട്ട് പൊടിക്കണമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പരലുപ്പ് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ അതും വെച്ചും ചെയ്യാം. അപ്പോഴാ ഒരു ഉപ്പിൻ്റെ ആ ചെറിയ ഒരു ഇതുകൊണ്ട് നമ്മുടെ ആ സ്കിന്ന് നല്ലതായിട്ട് ആ പരുവരപ്പന് അതങ്ങ് മാറി നല്ല സോഫ്റ്റ് ആക്കി തരും കേട്ടോ. പിന്നെ അറിയാമല്ലോ, ഈ സോഡാപ്പൊടി എന്ന് വെച്ചാൽ ബ്ലീച്ചിങ്ങിന് സൂപ്പറാണ്. ബ്ലീച്ചിങ് നല്ല സൂപ്പറാണ്. നമ്മുടെ അടുക്കള നുറുങ്ങുകളിൽ ഈവൻ സൂപ്പറാണ് കേട്ടോ ഈ സോഡാപ്പൊടി. നന്നായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് നമ്മൾ ഇരിക്കുക. ഞാൻ കഴിയൊക്കെ മാറ്റിയിട്ട് വരാം. എന്തായാലും 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞ് ഞാൻ കഴിയിട്ടൊക്കെ വന്ന് കാണിക്കാം കേട്ടോ. 10 മിനിറ്റ് കൂടിയത് 15 മിനിറ്റ് കേട്ടോ നമ്മൾ ഇരിക്കേണ്ടത്. 5 മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഓരോ ഇങ്ങനെ നമ്മൾ തേച്ച് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. മുട്ടുമേലൊക്കെ ചിലർക്ക് കറുപ്പ് കാണേണ്ടത്, കുറേ കറുപ്പൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുട്ടുമേ കറുപ്പൊന്നുമില്ല. കറുപ്പുണ്ടെന്ന് പറയുന്നത് ഒരു തീപ്പൊള്ളൽ ആവി തട്ടി ഒരു വിരലിൻ്റെ ഭാഗം ഒന്ന് കറുത്തിരിക്കുക. അല്ലാതെ ഒരു കറുപ്പുമില്ല എൻ്റെ കൈക്ക് കേട്ടോ. എനിക്കിഷ്ടമാണ് എൻ്റെ ഇടത്തെ കൈ. എന്താണെന്നറിയത്തില്ല. ഇങ്ങനെ ആ മുട്ടുമേൽ ഇങ്ങനെ നമ്മൾ ഉരസി കൊടുക്കുക കേട്ടോ. നമ്മുടെ കാലും കൈയും എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, ഞാനിനി ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയിട്ട് വരാം കേട്ടോ. ഇപ്പം തന്നെ ആ ഉപ്പിൻ്റെ ആ ഒരു ഇതുണ്ട്, നമുക്ക് സ്ക്രബ് ചെയ്യുന്ന ഒരു ഇത് ഇങ്ങനെ ഉണ്ട്. അകവും പുറവും നന്നായിട്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ, 10 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ കഴിയിട്ട് വന്ന് കാണിക്കാം കേട്ടോ എത്രത്തോളം നമുക്കിത് നന്നായിട്ട് കിട്ടിയെന്ന്. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ 10 മിനിറ്റ്. ജോലിയൊന്നും ഇല്ല, ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. ഓക്കെ, അപ്പോഴിതാ നമ്മൾ 15 മിനിറ്റ് നേരെ ഇരുന്നു. 15 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഉരസി. എന്ത് സോഫ്റ്റ് കൈ കേട്ടോ. അടിപൊളി കൈ, നല്ല അടിപൊളി സോഫ്റ്റായി കേട്ടോ. നന്നായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഈ കൈ വേറെ രീതിയിൽ, ഈ കൈ നല്ല സൂപ്പർ. നമുക്ക് തൊടുമ്പം തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കത്തില്ലേ, പഞ്ഞി മാതിരി ഇരിക്കും കേട്ടോ. കളറും ഇതിനെക്കാട്ടിലും ഉണ്ട് ഈ കളറ്.
സൂപ്പറാവും, നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ വീണ്ടും 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 ഇതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും പിള്ളേരെ. സത്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ഇവിടുത്തെ കളറിനെക്കാട്ടിലും കളർ കൂടുതലാണ് നമ്മുടെ കൈപ്പത്തിക്ക് കേട്ടോ. അപ്പോഴും നമുക്ക് ഇവിടുന്നേ അങ്ങ് തുടങ്ങാമല്ലേ. നമ്മൾ ബ്ലൗസും ഇതേപോലെ നൈറ്റിയൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇവിടുന്നേ നമുക്ക് ഫുള്ള് ബോഡി ഇത് കംപ്ലീറ്റ് അങ്ങ് വാരി തേച്ച് വെളുപ്പിക്കാം അല്ലേ. നല്ലൊരു അടിപൊളി പരിപാടിയല്ലേ. അപ്പോൾ ഒരേപോലെ ഇരിക്കും. ഇത്ര ഭാഗം വേറെ കളർ, ഇത്ര ഭാഗം വേറെ കളർ, അത് വേണ്ട, ഇവിടുന്നേ നമുക്ക് തുടങ്ങാം കേട്ടോ. ചുമ്മാ കേട്ടോ, അതെനിക്കറിയത്തില്ല, ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാമോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മുടെ കൈകൾ മനോഹരമാക്കി നമുക്ക് തിരികെ തരുന്നതാണ് ഈ ഒരു ടിപ്പ് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായി, നല്ല സോഫ്റ്റ്. ഇത് മുറമുറാന്നിരിക്കുന്നേ. ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ട്. സ്കിന്നെല്ലാം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഈ 4 ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാൻ. പോരെ, മതി. അപ്പോഴേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ നല്ല വിശേഷം, നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.